ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് തന്നെ മത്സരിക്കായിരുന്നു, എനിക്ക് തന്നെ പറയാമായിരുന്നു ഞാൻ പിണറായി സത്യത്തിനെതിരെ പോരാടി നിലമ്പൂരിൽ വിജയിക്കും. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അൻവർ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ UDFിൻ്റെ ലീഡർഷിപ്പിലെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു വഴി തുറന്നു കൊടുക്കുകയാണ് UDFന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞാൻ മാറി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വിഷയമാണ് മലയോര മേഖലയിൽ. കോൺഗ്രസിനെ കൈവിട്ടു മലയോര മേഖല, എസ്പെഷ്യലി കുടിയേറ്റ കർഷകർ. എന്താ കാരണം? നിങ്ങൾക്കറിയാലോ, ഈ ബഹുമാനപ്പെട്ട UDF ചെയർമാൻ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഹരിത MLAമാരുണ്ടായിരുന്നു. ഇവിടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ മലയോരം മുഴുവൻ അതിനെ എതിർത്തപ്പോൾ അതിനെ ആ ബില്ലിനെ അനുകൂലിച്ചവരാണ് ഈ പറയുന്ന ഹരിത കർഷകർ, ഹരിത MLAമാർ. ആ അന്ന് VD സതീശൻ എടുത്ത ആ സ്റ്റാൻഡ് കേരളത്തിലെ ഈ മലയോര മേഖലയിലെ കർഷകരും കുടിയേറ്റ കർഷകരും അങ്ങനെയാണ് കോൺഗ്രസിനെതിരാവുന്നത്. കോൺഗ്രസിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ആ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഒരു സഹായകമായ നിലപാടാക്കി ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ഗുണകരമാകും എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ പറയപ്പെട്ട DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അത് നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഈ പറയുന്ന സ്ഥാനാർത്ഥി ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതെന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത്. ഇപ്പോൾ വിഷയം അതല്ല. ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അത് നമുക്ക് വിശദീകരിക്കപ്പെടാം. ഞാൻ കാരണം പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. കാരണം വൈകാരികമായി ഞാൻ സംസാരിക്കുന്നു എന്ന് ഒരു വിഷയം സ്വാഭാവികമാണ്. ഞാൻ വായുകൊണ്ട് സംസാരിക്കാറില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. ഇവിടെ ചില രാഷ്ട്രീയക്കാരൊക്കെ നടത്തുന്നത് പോലെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചില വാക്കുകൾ എൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക വൈകാരികമായി തെറ്റിപ്പോകുന്നു എന്ന വിഷയമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഇത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആ ഉദ്ദേശത്തോടു കൂടിയാണത് പറഞ്ഞത്. ആ ഉദ്ദേശത്തെ ഇവിടെ എന്താണ് പറയുക പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു.